കുറ്റകൃത്യങ്ങളിൽപ്പെടുന്ന കുട്ടികളുടെ മാനസിക നില എന്താണ്? ഇവരെ ഈ മനോനിലയിൽ നിന്ന് എങ്ങനെ പുറത്തു കൊണ്ടുവരാം? ഇവർക്ക് വേണ്ട പുനരധിവാസവും പിന്തുണയും എങ്ങനെ നൽകാം? കോതമംഗലം പീസ് വാലിയിലെ സെന്റർ ഫോർ ന്യൂറോ സൈക്കാട്രി ആൻഡ് ഡി അഡിക്ഷൻ കേന്ദ്രത്തിലെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ നിക്കി ജോർജ് പറയുന്നത് കേൾക്കാം. കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ എടുക്കുമ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് എന്തുകൊണ്ടും ക്രിമിനൽ കേസുകളും പോക്സോ കേസുകളും എല്ലാം ഇന്ന് കുട്ടികളിൽ ഒരുപാട് കൂടുതലാണെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നു. ഇത്തരം കുട്ടികൾ പീസ് വാലിയിൽ വരുമ്പോൾ നമ്മളവരെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ബാല്യത്തിലുണ്ടാവുന്ന മുറിവുകൾ, കരുതലില്ലായ്മ, പാരൻസ് തമ്മിലുള്ള തർക്കങ്ങൾ, ഡിവോഴ്സുകൾ ഇതെല്ലാം ഇതിന് വലിയൊരു കാരണമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ പാരൻസിലുള്ള ഇത്തരം പെരുമാറ്റ രീതികൾ കുട്ടികളിൽ ജനിതകമായിട്ടും കിട്ടുന്നതായി നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും 14-15 വയസ്സിലോ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് നമ്മുടെ ഒപിയിൽ വരുന്ന കുട്ടികൾക്ക് അവരുടെ ബാല്യത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവർക്ക് ചെറുപ്പത്തിൽ തന്നെ ADHD ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ഒരു 8-9 വയസ്സിൽ കണ്ടക്ട് ഡിസോർഡർ ലക്ഷണങ്ങളോ ഉള്ളതായി കാണാറുണ്ട്. ADHD ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പിരിവിരിപ്പ് കൂടുതൽ, ഭയങ്കരമായ ദേഷ്യം, എടുത്തുചാട്ടം ഇവയെല്ലാം. കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലുള്ള തലതിരിവ്, അല്ലെങ്കിൽ മുതിർന്നവരോടൊരു ബഹുമാനക്കുറവ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന രീതി, വയലൻസ്, മൃഗങ്ങളോടുള്ള ചെറിയ ഒരു കാരുണ്യമില്ലായ്മ, ഇതെല്ലാം കണ്ടക്ട് ഡിസോർഡറിൽ കാണുന്ന ലക്ഷണങ്ങളാണ്. ഇവയെല്ലാം നമ്മൾ പരിഹരിക്കാതിരിക്കുമ്പോൾ ഒരു ഘട്ടം എത്തുമ്പോൾ ഇവരിൽ സമൂഹത്തിനോട് ആന്റഗോണിസ്റ്റിക് ആയിട്ടുള്ള രീതികൾ, അതായത് സമൂഹത്തിനോട് ഒരു വെറുപ്പുളവാക്കുന്ന ഒരു രീതി എല്ലാം നമ്മൾ കാണുന്നതായി നമ്മൾ ഒരുപാട് ഇന്ന് കാണുന്നു. പലപ്പോഴും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികളുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ കണ്ടക്ട് ഡിസോർഡറിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. അതായത് ഒപ്പമുള്ള സഹജീവികളോടുള്ള ഒരു എമ്പതി, ഒരു കരുണയില്ലായ്മ, ബാക്കിയുള്ളവരുടെ അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ധാരണയില്ലായ്മ, എന്തിനും ഏതിനും കാരണം കണ്ടെത്തുന്ന രീതി, ഇവയെല്ലാം അവരിൽ വളരെ സർവ്വസാധാരണമായി കാണുന്നതാണ്. ഇത്തരക്കാരിൽ സമൂഹത്തിനോട് ഒരു പ്രതിബദ്ധത ഇല്ലാതെ വരുന്നതിനോടൊപ്പം തന്നെ ലഹരി ഉപയോഗവും കൂടുതലായി കാണുന്നു എന്നുള്ളതാണ്. എന്നുവെച്ച് എല്ലാ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരും കണ്ടക്ട് ഡിസോർഡറോ ഡിസോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ളവരാണ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് സാധ്യത കൂടുതലാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. പണ്ട് കാലങ്ങളിലാണെങ്കിൽ വീട്ടിലെ മുതിർന്ന ഒരു വ്യക്തി വലിച്ചിട്ട ചുരുട്ടുബീഡിയിൽ നിന്നിരുന്ന ലഹരി ഇന്ന് കുട്ടികളുടെ വിരൽത്തുമ്പിൽ എല്ലാ വിധത്തിലും ലഭ്യമാണ്. LSD, MDMA, സിഗരറ്റ്, കഞ്ചാവ്, ഇത്തരം മറ്റ് ലഹരി മരുന്നുകൾ ഇതെല്ലാം ഇന്ന് കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ആക്സസിബിൾ ആണ്.